Hi everyone, it's me Harsha and welcome back to our channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് കാണാൻ പോകുന്നത്. മേക്കപ്പ് കം ഹെയർ സ്റ്റൈൽ ആണ് കാണിക്കാൻ പോകുന്നത്. നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ലുക്കും ആൻഡ് എളുപ്പത്തിൽ നല്ല ട്രഡീഷണലിനും ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലുമാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫേസ് ഒക്കെ നന്നായിട്ട് ഞാൻ മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ ആദ്യമേ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. ഇങ്ങനെയാകുമ്പോൾ മേക്കപ്പ് കുറച്ചും കൂടി നന്നായിട്ട് ലോങ് ലാസ്റ്റിംഗ് ആകും. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഫിക്സർ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഫോട്ടോ ഫോക്കസ് ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു ഷെയ്ഡ് എനിക്ക് കുറച്ച് ഡാർക്കായി തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എൻ്റെ ഫേസിൽ ടാനിങ്ങും ഒക്കെ മാറിയിട്ട് സ്കിൻ കളർ കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുണ്ട്. അത് കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു ഷെയ്ഡ് എനിക്ക് കുറച്ച് ഡാർക്ക് ആയിട്ടുണ്ട്. ബട്ട് നല്ലൊരു ഫൗണ്ടേഷനാണ്. വൺ ഓഫ് മൈ മോസ്റ്റ് എന്താ പറയുക ഫേവറേറ്റ് ഫൗണ്ടേഷൻസിൽ ഒന്നാണ് ഈ ഒരു വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഫൗണ്ടേഷൻ കേട്ടോ. നല്ല ബ്ലെൻഡിങ് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കവറേജ് നല്ലതാണ്. ആൻഡ് ടെക്സ്ചർ ആണെങ്കിലും നല്ലതാണ്. ഒട്ടും അൺകംഫർട്ടബിൾ അല്ല, ഒട്ടും ഹെവി അല്ല നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊരു ബ്ലെൻഡിങ് ബഫിംഗ് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് ഡാർക്കാണ് ഈ ഒരു ഷെയ്ഡ്. അപ്പോൾ കുറച്ചൊരു ഫേസ് ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഷെയ്ഡ് ലൈറ്റർ ആയിട്ടുള്ള കൺസീലറാണ് അപ്ലൈ ചെയ്യുന്നത്. ഐസിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐലിഡ്സിലും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് തോന്നുകയാണ് ദാറ്റ് നിങ്ങളുടെ ഫൗണ്ടേഷൻ കുറച്ച് ഡാർക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ലൈറ്റ് ഷെയ്ഡ് കൺസീലർ വെച്ചിട്ട് ഫേസ് കുറച്ച് ലൈറ്റനപ്പ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ലൂസ് പൗഡറാണ് അപ്ലൈ ചെയ്യുന്നത്. സ്റ്റേ കോക്കിയുടെ ലൂസ് പൗഡറാണിത്. ലൂസ് പൗഡർ അല്ലെങ്കിൽ പ്രസ്ഡ് പൗഡർ, കോമ്പാക്ട് പൗഡർ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇത് നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്ത ഭാഗങ്ങളുണ്ടല്ലോ അവിടെയാണ് ലൈറ്റായിട്ട് മാത്രമാണ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ക്രീസ് ആവാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര ലൈറ്റായിട്ട് ജസ്റ്റ് ഒന്ന് പൗഡർ വെച്ചിട്ട് ജസ്റ്റ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഐബ്രോസ് ആണ് ഫില്ല് ചെയ്യേണ്ടത്. ഇത് ബ്ലൂ ഹെവൻ്റെ ബ്രൗ സെറ്റാണ് കേട്ടോ. കുറച്ച് ബ്രൗൺ ഷെയ്ഡ് ആണെങ്കിലും പക്ഷേ ഇങ്ങനത്തെ ഐബ്രോ ജെല്ലുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇനിയും നെക്സ്റ്റ് നമ്മൾ ചീക്സിന് വേണ്ടിയിട്ടൊരു ചീക്ക് ടിൻ്റാണ് അപ്ലൈ ചെയ്യുന്നത്. ഇബ ഹലാലിൻ്റെ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ചീക്ക് ടിൻ്റാണ് കേട്ടോ ഇത്. നല്ല രസമാണ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. നെക്സ്റ്റ് സെഫോറയുടെ ഐഷാഡോ പാലറ്റ് ആണ് എടുക്കുന്നത്. നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ഐഷാഡോ പാലറ്റ് ആണ് കേട്ടോ. അത് ഞാൻ എടുത്തിട്ട് ഈ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, നമ്മുടെ ലൈറ്റ് പിങ്ക് ഷെയ്ഡ്, ഇതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഐലിഡ്സിൽ ഫുള്ളും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഇന്ന് എൻ്റെ ഡ്രസ്സിന് വേണ്ടിയിട്ട് കുറച്ച് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ഐ മേക്കപ്പാണ്. ബട്ട് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ആ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് ഫുൾ ഐലിഡ്സിൽ അപ്ലൈ ചെയ്തു. ആൻഡ് ഒരു ചെറിയ ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഷാഡോ പോലെ കൊടുത്തു. ഇനി കാജൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഭയങ്കര തിൻ സ്ട്രോക്ക് മാത്രമാണ് ഞാൻ കാജലിൻ്റെ അപ്ലൈ ചെയ്യുന്നത്. ഒരുപാട് ഡാർക്ക് ആക്കുന്നില്ല, ജസ്റ്റ് ഒരു സിംഗിൾ സ്ട്രോക്ക് അത്രയും മാത്രം ഞാൻ നോർമലായിട്ട് കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇനിയും നമുക്ക് മസ്കാര നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫോൾസീസ് വെക്കണമെങ്കിൽ ഫോൾസീസ് വെച്ചിട്ട് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അങ്ങനെ തന്നെ നല്ലൊരു വോള്യൂമിനസ് മസ്കാര ഉണ്ടെങ്കിൽ നമുക്ക് അതായാലും മതിയാവും കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ലിപ്സ്റ്റിക്ക് ഞാൻ മാക്കിൻ്റെ ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിങ്ക് ഷെയ്ഡുള്ള ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ആ ഒരു മേക്കപ്പിൽ ഫുൾ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നൊരു ഷെയ്ഡാണിത്. നെക്സ്റ്റ് ഹൈലൈറ്ററാണ്. അനസ്താസിയ ബവർലി ഹിൽസിൻ്റെ ഹൈലൈറ്ററാണ്. ഒറ്റ സ്ട്രോക്ക്, അതായത് സിംഗിൾ സ്ട്രോക്ക്, ദാറ്റ്സ് ഓൾ യു നീഡ്. ഒരു സിംഗിൾ സ്ട്രോക്കിൽ നിങ്ങൾക്ക് നല്ല ഗ്ലോ കിട്ടും. ഞാനൊരു ഗോൾഡൻ ഷാംപെയിൻ ഷെയ്ഡാണ് എടുത്തേക്കുന്നത് കേട്ടോ. അടിപൊളി ഒരു ഹൈലൈറ്ററാണ്. ഇനി നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാം. മുടി നന്നായിട്ട് കോംബ് ചെയ്യുക, ജടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് കോംബ് ചെയ്തിട്ട് സെൻറ്റർ പാർട്ടീഷൻ എടുക്കാം. എല്ലാവർക്കും അറിയാവുന്ന ഹെയർ സ്റ്റൈലാണ്. സെൻറ്റർ പാർട്ടീഷൻ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ രണ്ട് സൈഡിൽ നിന്നും കുറച്ച് ഹെയർ ഡിവൈഡ് ചെയ്യും. അതായത്
ഈ ഇയേഴ്സിൻ്റെ ബാക്കിൽ നിന്ന് തുടങ്ങിയിട്ട് ഞാനിങ്ങനെ കുറച്ച് ഹെയർ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യും. ഓപ്പോസിറ്റ് സൈഡിലും അങ്ങനെ തന്നെ ചെയ്യും. നന്നായിട്ട് കോം ചെയ്ത് വെക്കാം. ആ ഒരു സെയിം ലൈനിൽ തന്നെ ഞാൻ നോക്കിയിട്ടാണ് ഇപ്പുറത്തെ സൈഡിലും ഹെയർ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് നന്നായിട്ട് കോംബ് ചെയ്യാം. എന്നിട്ട് ഒരു ചെറിയ സെക്ഷൻ ആദ്യമേ എടുക്കാം, ട്വിസ്റ്റ് ചെയ്യാം, അതിൻ്റെ കൂടെ കുറച്ച് ഹെയർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ബാക്കിലോട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നല്ല ബാക്കിലോട്ടാക്കി ഈ ഒരു ഹെയർ സ്റ്റൈൽ വരും. സൈഡിലോട്ടാക്കി വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ഞാൻ ബാക്കിലോട്ടാക്കിയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് ഹെയർ വീണ്ടും എടുക്കുക, ട്വിസ്റ്റ് ചെയ്യുക, ദെൻ ആഡ് ചെയ്യുക, വീണ്ടും ട്വിസ്റ്റ് ചെയ്യുക, പിന്നെ കുറച്ച് ഹെയർ ആഡ് ചെയ്യുക. അങ്ങനെ ആയിക്കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു സെപ്പറേഷൻ ആയത് കാരണം ബാക്കിലെ മുടിയൊന്നും ഇതിൻ്റെ കൂടെ വരില്ല. അപ്പം നമുക്ക് ഈ സെപ്പറേറ്റ് ചെയ്തേക്കുന്ന ഹെയർ മാത്രം എടുത്ത് ട്വിസ്റ്റ് ചെയ്താൽ മതി. അതാകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും ആൻഡ് കുറച്ചും കൂടി നീറ്റായിട്ട് തോന്നുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ നന്നായിട്ട് ജസ്റ്റ് അതൊരു ടിക് ടാക് പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് വെക്കാം. കുറച്ചൊന്ന് പുഷ് ചെയ്യുക, സോ ദാറ്റ് ആ ഒരു ബൗൺസി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. നന്നായി ടൈറ്റായിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും ഓക്കെ, നന്നായിട്ട് അത് സെക്യൂർ ചെയ്ത് വെക്കാം. രണ്ട് സൈഡിലും അങ്ങനെ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പുൾ ചെയ്ത് കൊടുക്കാം. ഇനി ഹെയർ ബാക്കി റെസ്റ്റ് ഓഫ് ദ ഹെയർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ടാങ്കിൾസ് ഒന്നും ഇല്ലാണ്ട് നന്നായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ട് ഫിഷ് ടെയിൽ ബ്രെയ്ഡ് ചെയ്യാം. കുറച്ച് ഹെയർ എടുത്തിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് ആ സൈഡിൽ ആഡ് ചെയ്തേക്കുന്ന സൈഡിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ട്. അങ്ങനെയാണ് നമ്മൾ ഫിഷ് ടെയിൽ ഹെയർ ചെയ്യുന്നത്, ഫിഷ് ടെയിൽ ബ്രെയ്ഡ് ചെയ്യുന്നത്. ഒരു സൈഡിൽ നിന്ന് കുറച്ച് സ്ട്രാൻഡ് എടുക്കുക, ഓപ്പോസിറ്റ് സൈഡിലോട്ട് ആഡ് ചെയ്യാം. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കുറച്ച് സ്ട്രാൻഡ് എടുത്തിട്ട് ദെൻ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, ഇതാ ഇങ്ങനെ ഞാൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ജസ്റ്റ് രണ്ട് സെക്ഷൻ മാത്രം എടുത്തിട്ടാണ് നമ്മളിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ചെറുതായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഞാൻ കുറച്ച് തിക്കായിട്ടാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. റബ്ബർ ബാൻഡ് ഇട്ടിട്ട് കുറച്ചൊന്ന് പുൾ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു വോളുമിനസ് ആയിട്ട് തോന്നും. ഒരു പൊട്ടും കൂടെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഹെയർ സ്റ്റൈൽ പ്ലസ് മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആവാണ്. ഒരു ഫങ്ഷനൊക്കെ പോകാനൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ഒരു മേക്കപ്പ് ലുക്കാണ്. കണ്ടില്ല, നല്ല ട്രഡീഷണൽ ആയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. പേഴ്സണലി എനിക്ക് ഈ ഒരു ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്തേക്കാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പം നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ്. ബൈ.